ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടും ചൂടിനെ അതിജീവിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അരങ്ങേറിയെങ്കിലും ആ ആവേശം വോട്ടെടുപ്പിൽ പ്രകടമായില്ല. കേരളത്തിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറയുകയായിരുന്നു. ഇന്നലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.61% പോളിംഗാണ് പ്രാഥമിക കണക്ക് അനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണം ഗണ്യമായി കുറയുകയായിരുന്നു. 2019 77.35% പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് മൂന്ന് മുന്നണികളെയും ആശങ്കപ്പെടുത്തുകയാണ്. ഇതിൽ അട്ടിമറി വിജയ സാധ്യതയാണ് മുന്നണികൾ കണക്കാക്കുന്നത്. ചില മണ്ഡലങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിട്ടുണ്ട്. അത് ആർക്ക് പ്രയോജനകരമായി മാറും? സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയൊക്കെ അട്ടിമറി സാധ്യതയും മുന്നണികൾ വിലയിരുത്തുന്നുണ്ട്. കണക്കുകൾ വെച്ചുള്ളൊരു കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 66.46% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 69.40% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം 68.09% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറ്റവും കുറവ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 63.35% പോളിംഗും മാവേലിക്കര മണ്ഡലത്തിൽ 65.93% പോളിംഗും ആലപ്പുഴ മണ്ഡലത്തിൽ 74.90% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കോട്ടയം 65.60% ഇടുക്കിയിൽ 66.53%, എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 68.27%, ചാലക്കുടി മണ്ഡലത്തിൽ 71.84% പോളിംഗും തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നതാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിൽ 72.79% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ പാലക്കാട് 73.37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ 73.20% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ പൊന്നാനിയിൽ 69.21%, മലപ്പുറം 72.90%, കോഴിക്കോട് മണ്ഡലത്തിൽ 75.42%, വയനാട് മണ്ഡലത്തിൽ 73.48%, വടകരയിൽ 78.08% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. അവിടെ ശക്തമായൊരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ 76.92% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ 75.94% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. വിധി എഴുതും. ജൂൺ മാസം 6-നാണ് ഫലം പുറത്തു വരുന്നത്. അന്ന് അറിയാം ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള കാര്യം. അന്ന് അറിയുന്നതിന് വേണ്ടി 38 ദിവസത്തെ കാത്തിരിപ്പാണ് ഇനി അവശേഷിക്കുന്നത്.